അതിക്രമം നടത്തിയെന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ കോഴിക്കോട്ടെ ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം പോലീസ് കാത്തിരിക്കുകയാണ് എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കേസിൽ പോലീസ് അനന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിവരം. പ്രതി ഷിംജിത ജാമ്യം തേടി മേൽക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു. ദീപക് തർമ്മണം ചേരുന്നു. ദീപക്, ശരിക്കും നമ്മളെ ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്ത തമ്മിലൊക്കെ തന്നെ ഡിജിറ്റൽ മാധ്യമങ്ങൾ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ പറക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്രയും വൈറലാകാനുള്ള കാരണം അവരുടെയൊക്കെ അമർഷമാണ്. കാരണം വൈറലാകാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനെ പ്രേരിപ്പിച്ച് അവസരം ആ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിയിട്ടു എന്നുള്ള ആരോപണം കേൾക്കുന്ന ഈ ഷിംജിത മുസ്തഫയുടെ കാര്യങ്ങളാണ് അറിയാനിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടുതൽ താല്പര്യം. കാര്യം ദീപകിൻ്റെ മരണത്തിൽ അത്ര അസ്വസ്ഥത നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ഡിജിറ്റൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പറയൂ ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ പറഞ്ഞു തന്നെയാണ് ശരി. നമ്മൾ തമ്മിലിൻ്റെ ആ ഒരു വികാരം കണ്ടതാണ്. കാരണം അത്രമേൽ ക്രൂരമായ ഒരു സൈബർ വിനോദം, അത് കൃത്യമായി പറഞ്ഞാൽ ഒരു സൈബർ നരഹത്യയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു സൈബർ വേട്ട അത് വളരെ ആസൂത്രിതമായി ചെയ്യുന്നു. അതിനുശേഷം വലിയ രീതിയിൽ പ്രചരണം, ആ പ്രചാരണത്തിന് റീച്ച് കിട്ടാതെ പോകുമ്പോൾ എഡിറ്റ് ചെയ്ത് പ്രചാരണം, അങ്ങനെ ഒടുവിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയിലേക്ക്, കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. അതിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞുള്ള അനന്തര നടപടികളിൽ ഇന്നിപ്പോൾ ഷിംജിതയുടെ അഭിഭാഷകൻ, ഞാൻ അല്പം മുൻപ് അഭിഭാഷകനായി സംസാരിച്ചു, അദ്ദേഹം ഇന്ന് ഹർജി സമർപ്പിക്കും എന്നുള്ളതാണ്. അതായത് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളിയിരുന്നു. ആ ജാമ്യ ഹർജി തള്ളിയതിനെ ജാമ്യം കിട്ടാൻ വേണ്ടി മേൽക്കോടതിയെ സമീപിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് സെഷൻസ് കോടതിയിൽ ഇന്ന് ഹർജി സമർപ്പിക്കാൻ പോകുന്നത്. എസ് കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഇതുവരെയും ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് പോലീസിൽ ഒരു വിഭാഗം ഷിംജിതയ്ക്ക് അനുകൂലമായി, ഇതിലെന്താണ് ഇത്ര വലിയ കേസ്, ഇതിലുള്ളത് ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റമല്ലേ, അത് കോടതിയിൽ തെളിയിക്കുക സാധ്യമാണോ എന്നുള്ള നിലയിലുള്ള മെല്ലപ്പോക്ക് ചിലർ നടത്തുന്നു എന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അത് പറയാതെ വയ്യ എസ് കെ എൻ. കാരണം പോലീസ് വളരെ കൃത്യമായി, സിറ്റി പോലീസ് എല്ലാ ക്രൈമുകളും നന്നായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറുള്ളതാണ് കോഴിക്കോട്. പക്ഷേ എന്നാൽ ഈ കേസിൽ കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് എന്നുള്ളതാണ് ഇന്ന് കാലത്ത് അറിയാൻ സാധിച്ചത്. മറ്റൊരു കാര്യം, FSL റിപ്പോർട്ട്, അത് സ്വാഭാവികമായും വൈകും. ഈ FSL റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തീരുമാനമെടുക്കാം എന്ന് വെച്ചാൽ മാത്രവുമല്ല, ഇതിൽ മറ്റൊരു പരാതി കൂടി വന്നതാണ്. ഈ ബസ്സിൽ സഹയാത്രികയുടെ ദൃശ്യങ്ങൾ കൂടി ചിത്രീകരിച്ചു എന്നുള്ളത്. സ്വാഭാവികമായും ഈ കേസിൽ അവർ ഒന്നാമത്തെ സാക്ഷികളിൽ ഒരാളാണ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യണം, അവരുടെ മൊഴി രേഖപ്പെടുത്തണം. മാത്രവുമല്ല, ഈ ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യലേ ഉണ്ടായിട്ടില്ല. അന്ന് അവരെ വടകരയിൽ നിന്നും പ്രൈവറ്റ് വാഹനത്തിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നു, നേരിട്ട് കോടതിയിൽ ഹാജരാക്കലാണ് ഉണ്ടായത്. അതായത് ഒരു വിശദമായ ചോദ്യം ചെയ്യലിനുള്ള അവസരം പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ അതിനുവേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അതിൽ ചില സംശയങ്ങൾ കിട നൽകുന്നുണ്ട് എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.